എനിക്ക് ആകെ ഉണ്ടായിരുന്ന അച്ഛനും എന്ത് പറയാൻ എനിക്ക് അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. എന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്റെ ഫ്രണ്ടായിരുന്നു. ഇത് കേട്ടാ ആ കുട്ടികളുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിലിന് ആരാണ് ഉത്തരവാദികൾ? കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ശരിക്കും പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ പോരാ, ക്രൂര കൊലപാതകങ്ങളുടെ നാടെന്നാണ് പറയേണ്ടത്. ഇന്നലെ പാലക്കാട് നടന്ന ആ കൊലപാതകം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഒരമ്മയെയും മകനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വ്യക്തി. അയാൾ 4 വർഷം അതിനു മുൻപ് ആ മരിച്ച സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ജയിലിലായിരുന്നു 4 വർഷത്തോളം. വീണ്ടും 1.5 മാസത്തോളം ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആ പക മനസ്സിൽ വെച്ച് പുലർത്തി ഇവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നടക്കുകയായിരുന്നു. ഇപ്പം ഈ 2 കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? അയാൾ സുഖമായിട്ട് പിന്നെയും പോകും. ഇവിടെ ഒറ്റയ്ക്കിരിക്കണേക്കാട്ടി നല്ലല്ലേ ജയിലിൽ സാമ്പാർ ചോറ് എല്ലാം കിട്ടുമല്ലോ, അതെല്ലാം അയാൾക്ക് നല്ലത്. ഓരോരുത്തരെ കൊല്ലം അവിടെ പോയി ഇരിക്കുക. ആകെ വിശ്വസിച്ചിട്ട് വന്നത് ഞാനും അച്ഛനും ആ 2 കുട്ടികൾ അനാഥരായതിന് ആരൊക്കെയാണ് ഉത്തരവാദികൾ? പോലീസുകാർ വന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് രാവിലെ പോയി ഉച്ച കഴിഞ്ഞാകുമ്പോഴേക്കും വീട്ടിൽ വന്ന് സുഖമായിരിക്കുന്നു. ഇയാള് അമ്മനെ കൊന്ന പോലെ തന്നെയാണ്. നേരത്തെ വാതിലടച്ചിട്ട് ലേറ്റും ഇല്ലാണ്ട് ഇരിക്കണമായിട്ട് എനിക്കും പേടി തോന്നിയിട്ടാണ് ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തത്. കഴിഞ്ഞ ഡിസംബർ 29-ന് ഇവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നെന്ന് പറയുന്നു. ആ കുട്ടി അച്ഛനോടൊപ്പം പോയിട്ട് പരാതി കൊടുത്തതാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് അതിലുപരി ഒരു അനാസ്ഥയാണെന്നാണ് പറയുന്നത്. ന്യൂസുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയല്ലേ? എനിക്ക് ആകെ ഉണ്ടായിരുന്ന അച്ഛനും എന്ത് പറയാൻ എനിക്ക് അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. എന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്റെ ഫ്രണ്ടായിരുന്നു. പിള്ളേരുടെ അടുത്ത് പറയുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തായും പറഞ്ഞു. ഇനി അവൻ്റെ അടുത്ത് പറയുന്ന കാര്യം നാട്ടുകാർ പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടുകാരുടെ കയ്യിലാണ് ഇയാൾ കിട്ടേണ്ടത്. നാട്ടുകാർ പറയുന്ന പോലെ കൈ കിട്ടി കഴിഞ്ഞാൽ വെച്ചേക്കാൻ പാടില്ല. അത്ര വലിയൊരു ക്രിമിനലാണ്. അല്ലാതെ മാനസിക രോഗമുള്ളൊരു വ്യക്തി ഒന്നല്ലത്. മാനസിക രോഗം എന്നല്ലതിനെ പറയാം. പകവെച്ച് പുലർത്തിയിട്ടുള്ള ഒരു തരം കൊലയാണിത്. ഈ കുട്ടികളെ ആരും സംരക്ഷിക്കും? ഇവരുടെ സംരക്ഷണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. ഇപ്പൊ ആർക്കും എന്തും ചെയ്യാമെന്നായിരിക്കുന്നു അല്ലേ? കാലത്ത് നേരം വെളുക്കുമ്പോൾ പേപ്പർ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൊലപാതകം ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകും. അതും വെറും കൊലപാതകമൊന്നുമല്ല. തലക്കടിച്ച് കൊല്ല, വെട്ടിക്കൊല്ല, കഴുത്തറുത്ത് കൊല്ല. ഒരു ദിവസം രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് എന്ത് ന്യൂസാണോ കേൾക്കാൻ പോകണമെന്നാണ് ഇപ്പോഴത്തെ ചിന്ത. നാട്ടിൽ ജീവിക്കാൻ തന്നെ പേടിയപ്പോൾ, ശരിയല്ലേ? ആ പാവം കുട്ടികളുടെ ജീവിതം ഇനി എന്തായിത്തീരും? അത് 2 പെൺകുട്ടികൾ. എന്തായാലും സർവേശ്വരൻ അവരെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും ആ വ്യക്തി ജീവനോട് തിരിച്ചു വരരുത്. ആ വ്യക്തി മരിച്ചു എന്ന വാർത്ത കേൾക്കാനാണ് ഞാനടക്കമുള്ള എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒപ്പം എല്ലാം സഹിക്കുവാനുള്ള കരുത്ത് ആ കൊച്ചുമക്കൾക്ക് സർവേശ്വരൻ നൽകട്ടെ.